ഈ ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ അച്യുതാനന്ദൻ പോയല്ലോ വീട്ടില്ല രമയുടെ വീട്ടിൽ പോകുമ്പോൾ പിണറായി എവിടെ ഇരുന്നെന്നല്ലോ കെട്ടിടത്തിന് രണ്ടാം നില ഇരുന്നേച്ച് എവിടെ ഉരുങ്ങി പോകുമ്പോൾ ജനത്തിനെ കൊണ്ടിട്ട് ചങ്കങ്ങ് മരച്ചു പോവുക ചങ്ക് പരപരാന്ന് വിറയ്ക്കുകയാണ് ഉണ്ടായി. കാരണം ഈ കയ്യ ചോരഞ്ചലും പറ്റിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പറ്റിച്ച് കയ്യ അന്നേരം വിറയ്ക്കും ഉണ്ടായി. അല്ലെങ്കിൽ ആ എല്ലാവരുടെ ഇങ്ങനെ നോക്കി ഇരിക്കില്ല, ആ കൂടെ പോകും. പങ്കില്ല പോകില്ലേ, പോകും. ഇയാളെ കൊണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഉപകാരമുണ്ട്. കൊല്ലും കൊലേ അല്ലേ, അവനൊരു ഓർഡർ കൊടുക്കും, പോലീസ് ചെല്ലും, മൂത്ത കയറുമ്പോൾ കയറും. ചന്ദ്രശേഖരനെയൊക്കെ വെട്ടിക്കൊന്ന അതിനെ കൊന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരും. ഞാൻ കണ്ടു ഈ ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ അച്യുതാനന്ദൻ പോയല്ലോ വീട്ടില്ല രമയുടെ വീട്ടിൽ പോകുമ്പോൾ പിണറായി എവിടെ ഇരുന്നെന്നല്ലോ ഒരു കെട്ടിടത്തിന് രണ്ടാം നില ഇരുന്നേച്ച് എല്ലാക്കടെ ഉറിഞ്ഞു പോകുമ്പോൾ ജനത്തിനെ കൊണ്ടിട്ടുണ്ട് ചങ്കങ്ങ് മരച്ചു പോവുക ചങ്ക് പരപരാന്ന് വിറയ്ക്കുകയാണ് പിണറായി. കാരണം ഈ കയ്യ ചോരഞ്ചലും പറ്റിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പറ്റിച്ച് കയ്യ അന്നേരം വിറയ്ക്കും പിണറായി. അല്ലെങ്കിൽ ആ എല്ലാവരുടെ ഇങ്ങനെ നോക്കി ഇരിക്കില്ല, ആ കൂടെ പോകും. പങ്കില്ലെങ്കിൽ പോവില്ലേ, പോകും. പങ്കിട്ട് പോവില്ല, അവൻ കിളിക്കൂട്ടി കയറും. ഞാൻ കണ്ണി കണ്ട ഇങ്ങനെ ടി വിയിൽ കണ്ടതാ, എല്ലാവരുടെ ഒളിഞ്ഞു നോക്കണം ഉണ്ടായി. അപ്പം ആ കള്ളൻ ആരാ കൊല്ലിച്ചാരാന്ന് ആ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഈ കളക്ടറിൽ ഇരുന്നോണം തന്നെയാണ് ഇപ്പം ഉണ്ടായി കാട്ടിയത്. ഈ കളക്ടറിൽ ഇങ്ങനെയായിരുന്നു, അതേ രീതിയിലാണ് അപ്പം ഉണ്ടായത്. കാരണം അയാൾ ജീവിച്ചിരുന്ന മന്ത്രിയാവും. അപ്പം ഇവന് ഭരണം മുഖ്യമന്ത്രി ആവാൻ പറ്റിയതാണ്. ഈ പിണറായിയുടെ ഇത്ര വിരോധം ഉണ്ടാവാൻ കാരണം എനിക്ക് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ജനങ്ങൾ, ഇവൻ്റെ പാർട്ടിക്കാർ ഉപദ്രവിച്ചു. എനിക്ക് പെൻഷൻ തരാതിരുന്നു, അല്ലെ ചട്ടി കൊണ്ട് ഇറങ്ങി. അതുപോലെ എനിക്ക് 4 കിലോ അരി മാത്രം എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 30 കിലോ അരി ഉണ്ടാണ്, 30 കിലോ അരി അന്നപൂർണ്ണ ഉണ്ടാണ്. അപ്പോൾ അവരുടെ ആൾക്കാർക്ക് മഞ്ഞക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്കില്ല. എനിക്കൊന്നല്ല, കോൺഗ്രസ്സുകാരുടെ ആൾക്കാർക്കില്ല, ലക്ഷം വീട്ടിൽ കിടക്കുന്നവർക്കില്ല. സാറേ ഞാൻ തെളിവ് തരാം ഒറ്റക്കാർക്ക്. എൻ്റെ ആധാർ കൊണ്ട് തരാൻ പറഞ്ഞ റേഷൻ കട ഇടപാട് ചെയ്തു, ഞാൻ കൊണ്ടുവന്നു എല്ലാം വീട്ടിൽ കിടന്നു 4 കിലോ. ആ സമയത്ത് എൻ്റെ മക്കളെ കെട്ടിയാനും കാർക്കണ്ടം, എൻ്റെ പെങ്ങന്മാർക്ക് കാർക്കണ്ട, എൻ്റെ അമ്മയ്ക്ക് 30 കിലോ അരിയുണ്ട്. പറയുമ്പോൾ അതും പറയണ്ടേ, അത് ഏത് വ്യവസ്ഥയിലാന്ന് അതും പറയണം. കാരണം അത് എനിക്ക് പ്രധാനമന്ത്രിയോടും കൂടെ ചോദിക്കണം. ഈ പിണറായിയുടെ കൂട്ടർക്കാണ് ഈ അരി കൊടുക്കുന്നത്. ഇന്ത്യയിലെ ജനം എല്ലാം പിണറായി പ്രധാനമന്ത്രിയുടെ, ആ പിണറായിയുടെ ആൾക്കാർക്ക് മാത്രം ഈ ഒറ്റക്കാർക്ക് 30 കിലോ, അല്ലാത്തവർക്ക് ഈ 4 കിലോ. അതെന്ത് ഉദ്ദേശത്തിലാണ് എനിക്ക് ഇപ്പം പ്രധാനമന്ത്രിയോട് എഴുതി ചോദിക്കുന്നതിന് കുഴപ്പമുണ്ട്. ഇവരിപ്പം ഇവിടെ വയനാട് ഒന്നും കൊടുത്തില്ല. ഇവർക്ക് വയനാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കള്ളക്കേസ് നടത്താൻ ഇഷ്ടം പോലെ കേസുണ്ട്. അപ്പോൾ എന്തോരം വന്നിട്ട് അല്ലാതെ കേസിലെടുത്ത് ഇപ്പം ലിവയുടെ ഇവക്കടെ ഇരുന്ന് തന്നെ കാസർഗണ്ഡേ കോടതി, അതൊക്കെ അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പം കേന്ദ്രത്തിലെ കാശ് വേണം വയനാട്ടിൽ ചിലവാക്കാൻ, അത് പള്ളിയിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ ആവശ്യമില്ല, കേന്ദ്രം കൊടുക്കേണ്ട ആവശ്യമില്ല. കേന്ദ്രം കൊടുത്താലും എന്താ വെച്ചാൽ ഒരു കേസ് കളിക്കാം, അല്ല ജനക്ക് ഉപകാരമൊന്നും കിട്ടിയല്ല. വയനാട്ടുകാർക്കും കിട്ടൂല, ആർക്കും കിട്ടും. പിണ്ടായുടെ കൊണ്ടാക്ക് ഒരു കേസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തു സ്വാധീനം വന്നാലും ആര് ഭീഷണിപ്പെടുത്താലും നമ്മളതിന് വഴങ്ങില്ല, ഫൈറ്റ് ചെയ്യും. ആരെ സത്യത്തിൽ കഴിക്കണോട്ട് വഴങ്ങ. ഞാൻ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു, വേറെ ഒരു ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പോകേണ്ട കാര്യമില്ല, ഞാൻ ഉണ്ടെന്ന് തന്നെ എപ്പോഴും പറയും. അതുപോലെ എല്ലാവരും പഠിപ്പിക്കണേ, അത് അങ്ങനെ പഠിക്കാൻ നേരെയില്ലായിരിക്കും. പാവപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് മറിയക്കുട്ടിയമ്മ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത്. പിന്നീട് അത് കോടതികളിൽ കൃത്യമായി മൊഴികളെല്ലാം കൊടുത്തപ്പോൾ അവരുടെ നീതിക്ക് വേണ്ടി കോടതിയിൽ മൊഴി കൊടുത്തപ്പോൾ അവർ മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മയായി. പിന്നെ സമൂഹത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയവർ, അങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മയാണ് നമ്മുടെ മുന്നിലുള്ളത്. നന്ദി, നമസ്കാരം.